കാലങ്ങളുടെ താളുകളിൽ മായാതെ കിടക്കുന്ന ഒരു ഇതിഹാസ കഥയാണിത്. സ്നേഹത്തിൻ്റെയും കൊടിയ വഞ്ചനയുടെയും ഒരു മഹത്തായ ദുരന്തകഥ. വെനീസിലെ സമ്പന്നനായ സെനറ്റർ ബ്രബാൻഷ്യോയ്ക്ക് അതിസുന്ദരിയായ ഡെസ്റ്റിമോണ എന്നൊരു മകളുണ്ടായിരുന്നു. ചുറ്റുമുള്ള നിരവധി സമ്പന്നരായ യുവാക്കളെ അവൾ നിരസിച്ചു. കാരണം അവളുടെ ഹൃദയം കീഴടക്കിയത് അവളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ, എന്നാൽ അങ്ങേയറ്റം കുലീനനായ ഒഥല്ലോ എന്നൊരു മൂർ വംശജനായിരുന്നു. അവളുടെ പിതാവ് തന്നെയായിരുന്നു പലപ്പോഴും ആ വീരനായകനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. ഒഥല്ലോ വെറുമൊരു മനുഷ്യനായിരുന്നില്ല, ധീരനായ ഒരു പോരാളിയായിരുന്നു. തന്റെ ജീവിതത്തിലെ അവിശ്വസനീയവും ഉദ്വേഗജനകവുമായ സാഹസിക കഥകൾ അദ്ദേഹം ഡെസ്റ്റിമോണയോട് വിവരിച്ചു. ഘോരമായ യുദ്ധങ്ങൾ, അനുഭവിച്ച അടിമത്തം, വിചിത്രമായ ദേശങ്ങൾ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, തലയ്ക്ക് താഴെയായി മുഖമുള്ള മനുഷ്യർ, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞപ്പോൾ ഡെസ്റ്റിമോണ അത് അതിശയത്തോടെ കേട്ടിരുന്നു. വീട്ടുജോലികൾ എത്രയും വേഗം തീർത്ത് ഒഥല്ലോയുടെ ഓരോ വാക്കിനുമായി അവൾ കാതോർത്തു. ആ വീരകഥകളുടെ ആഴം അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു, കണ്ണുകളെ ഈറനണിയിച്ചു. സ്വർഗം തനിക്കായി ഇതുപോലൊരു പുരുഷനെ സൃഷ്ടിച്ചിരുന്നെങ്കിലെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന ആഴമേറിയ പ്രണയം ഒഥല്ലോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അധികം വൈകാതെ ആ കുലീനയായ യുവതിയെ അദ്ദേഹം രഹസ്യമായി തന്റെ ജീവിതസഖിയാക്കി. എന്നാൽ ഈ രഹസ്യം അധികകാലം മൂടിവെക്കാനായില്ല. സത്യമറിഞ്ഞ പിതാവ് ബ്രബാൻഷോയുടെ കോപം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. വെനീസിലെ സെനറ്റിന് മുന്നിൽ വലിയൊരു വിചാരണ തന്നെ അവർക്ക് നേരിടേണ്ടി വന്നു. ആ സഭയ്ക്ക് നടുവിൽ വെച്ച് ബ്രബാൻഷോ ഒഥല്ലോയ്ക്കെതിരെ കടുത്ത ഒരു ആരോപണം ഉന്നയിച്ചു. ഇരുണ്ട മന്ത്രവാദത്തിലൂടെയും മാന്ത്രിക വിദ്യയിലൂടെയുമാണ് ഒഥല്ലോ തന്റെ മകളെ വശീകരിച്ചതെന്നായിരുന്നു ആ കുറ്റാരോപണം. ഒരു വശത്ത് മന്ത്രവാദമെന്ന ആരോപണം, മറുവശത്ത് ഒഥല്ലോയുടെ സത്യസന്ധമായ പ്രണയം. സെനറ്റിന് മുന്നിൽ വളരെ ശാന്തനായി ഒഥല്ലോ തന്റെ നിരപരാധിത്വം വ്യക്തമാക്കി. താൻ പ്രയോഗിച്ച ഒരേയൊരു മാന്ത്രിക വിദ്യ തന്റെ ജീവിതകഥ സത്യസന്ധമായി അവളോട് പറഞ്ഞതു മാത്രമാണെന്ന് അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ എത്രമാത്രം സത്യസന്ധവും ഹൃദയസ്പർശിയുമായിരുന്നെന്നാൽ അത് കേട്ടിരുന്ന മുഖ്യ ന്യായാധിപനായ ഡ്യൂക്ക് പോലും പറഞ്ഞുപോയി, ഈ കഥ തന്റെ സ്വന്തം മകളുടെയും ഹൃദയം കൗരുമായിരുന്നു എന്ന്. അപ്പോഴാണ് സഭയിലേക്ക് ഡെസ്ഡിമോണ കടന്നുവന്നത്. എല്ലാവരെയും നോക്കി അവൾ അതിയായ ധൈര്യത്തോടെ പറഞ്ഞു, തന്റെ ജീവനും വിദ്യാഭ്യാസത്തിനും പിതാവിനോട് തീരാത്ത കടപ്പാടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ ഏറ്റവും വലിയ കടമ തന്റെ ഭർത്താവായ ഒഥല്ലോയോടാണെന്ന്. ഈ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ പിതാവിന് നിറഞ്ഞ ദുഃഖത്തോടെയാണെങ്കിലും ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയിരിക്കെ തുർക്കികളുടെ ആക്രമണത്തിൽ നിന്ന് സൈപ്രസിനെ രക്ഷിക്കാനായി ഒഥല്ലോയും ഡെസ്ഡിമോണയും അവിടേക്ക് യാത്ര തിരിച്ചു. എന്നാൽ അവർ അവിടെ എത്തുമ്പോഴേക്കും ശത്രുക്കളുടെ കപ്പലുകൾ ഒരു മഹാകൊടുങ്കാറ്റിൽ തകർന്നുപോയിരുന്നു. അതോടെ ആ ദ്വീപിലാകെ വലിയൊരു ആഘോഷം അലയടിച്ചു. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിൽ ഇയാഗോ എന്നൊരാളുടെ ചതിയുടെയും പകയുടെയും ഒരു ഇരുണ്ട വല അവർക്കായി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇരുണ്ടതും ആസൂത്രിതവുമായ ഒരു മനസ്സിനുടമയായിരുന്നു ഇയാഗോ. ഒഥല്ലോയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള യുവസൈനികനായിരുന്നു മൈക്കൽ കാസിയോ. എന്നാൽ ഒഥല്ലോയുടെ മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്ന ഇയാഗോയ്ക്ക് കാസിയോയോടും ഒഥല്ലോയോടും കടുത്ത പകയായിരുന്നു. അസൂയ എന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അവരെ എല്ലാവരെയും തകർക്കാൻ ആ ക്രൂരനായ മനുഷ്യൻ രഹസ്യമായി തീരുമാനിച്ചുറപ്പിച്ചു. അധികം വൈകാതെ ഇയാഗോ തന്റെ കുതന്ത്രങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാവൽ നിൽക്കുന്ന ഒരു രാത്രിയിൽ വളരെ സമർത്ഥമായി ഇയാഗോ കാസിയോയെ മദ്യം കുടിപ്പിച്ചു. തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം സൃഷ്ടിക്കുകയും കോട്ടയിലെ അപായമണി മുഴക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടിയെത്തിയ ഒഥല്ലോയ്ക്ക് അച്ചടക്കം ലംഘിച്ചതിന് കാസിയോയെ പദവിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. ഇയാഗോയുടെ പൈശാചികമായ ആദ്യത്തെ തന്ത്രം അങ്ങനെ പൂർണ്ണമായി വിജയിച്ചു. പദവി നഷ്ടപ്പെട്ട് പൂർണ്ണമായും തകർന്നുപോയ കാസിയോയുടെ അടുത്തേക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ ഇയാഗോ കടന്നു ചെന്നു. ഡെസ്ഡിമോണ വഴി ഒഥല്ലോയോട് മാപ്പപേക്ഷിക്കാൻ അയാൾ കാസിയോയെ ഉപദേശിച്ചു. തികച്ചും നിഷ്കളങ്കയായ ആ സ്ത്രീയുടെ നന്മയെ തന്നെ അവൾക്കുള്ള മരണക്കെണിയാക്കി മാറ്റാനുള്ള ഇയാഗോയുടെ അതിക്രൂരമായ ബുദ്ധിയായിരുന്നു അത്. കാസിയോയുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ് ഡെസ്ഡിമോണ അവനുവേണ്ടി ഒഥല്ലോയോട് സംസാരിക്കാമെന്ന് ഉറപ്പു നൽകി. തനിക്ക് കിട്ടിയ വാക്കുപാലിച്ച് അവൾ കാസിയോയ്ക്കു വേണ്ടി ഒഥല്ലോയോട് നിരന്തരം വാദിച്ചു. കൃത്യമായി ഈ അവസരം മുതലെടുത്ത് ഇയാഗോ വളരെ സൂക്ഷ്മമായി ഒഥല്ലോയുടെ മനസ്സിൽ സംശയത്തിന്റെ ആദ്യത്തെ വിത്തുകൾ പാകി. ആ മഹത്തായ മനസ്സിനെ അയാൾ പതുക്കെ വിഷലിപ്തമാക്കി തുടങ്ങി. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇയാഗോയുടെ ഈ ഒറ്റ വാചകം ഒഥല്ലോയുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. വളരെ മടിയോടെയാണ് താൻ കാര്യങ്ങൾ പറയുന്നതെന്ന് അഭിനയിച്ചുകൊണ്ട് കാസിയോയും ഡെസ്ഡിമോണയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഇയാഗോ സൂചിപ്പിച്ചു. സ്വന്തം നാട്ടുകാരെ ഉപേക്ഷിച്ച് ഒരു മൂർ വംശജനെ വിവാഹം കഴിച്ചവൾക്ക് എന്ത് ചതിയും ചെയ്യാൻ കഴിയുമെന്ന് അയാൾ ഒഥല്ലോയുടെ ചെവിയിൽ മന്ത്രിച്ചു.
സംശയം എന്ന കൊടിയ വ്യാധി ഒരു മഹത്തായ മനസ്സിനെ കാർന്ന് തിന്നാൻ തുടങ്ങി. ഇയാഗോയുടെ വാക്കുകൾ കേട്ട് ഒഥെല്ലോയുടെ സൈനിക വീര്യം നശിച്ചു. അദ്ദേഹത്തിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒടുവിൽ ഡെസ്ഡിമോണയുടെ തെറ്റിന് വ്യക്തമായ തെളിവ് വേണമെന്ന് ഒഥെല്ലോ ആവശ്യപ്പെട്ടപ്പോൾ ഒഥെല്ലോ അവൾക്ക് നൽകിയ ആദ്യത്തെ സമാനമായ ആ പ്രിയപ്പെട്ട തൂവാല കാസിയോയുടെ കൈവശം കണ്ടു എന്ന് ഇയാഗോ വീണ്ടും നുണ പറഞ്ഞു. സംശയാലുവായ ഒരാൾക്ക് ചെറിയൊരു സൂചന പോലും വേദവാക്യം പോലെയാണ്. ഇയാഗോയെ നിർദ്ദേശപ്രകാരം അയാളുടെ ഭാര്യ എമീലിയാണ് ഡെസ്റ്റിമോണിയോടെ ആ സ്ട്രോബെറി ചിത്രങ്ങളുള്ള തൂവാല മോഷ്ടിച്ചിരുന്നത്. ആ ചെറിയ തൂവാല വഴിതെറ്റിക്കപ്പെട്ട ഒഥെല്ലോയെ സംബന്ധിച്ചിടത്തോളം ഒരു വേദവാക്യം പോലെ വലിയൊരു തെളിവായി മാറി. സ്വന്തം ഭാര്യയെയും സുഹൃത്തിനെയും ഇല്ലാതാക്കാൻ അയാൾ അന്ധമായി തീരുമാനിച്ചു. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നൊരു നിമിഷമായിരുന്നു അത്. കടുത്ത തലവേദന അഭിനയിച്ചുകൊണ്ട് ഒഥെല്ലോ ആ തൂവാല അവളോട് ചോദിച്ചു. അതൊരു സാധാരണ തൂവാലയല്ലെന്നും 200 വർഷം ജീവിച്ച ഒരു പ്രവാചകൻ നിർമ്മിച്ച മാന്ത്രിക തൂവാലയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭയന്നുപോയ അവൾക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാസിയോയ്ക്ക് വേണ്ടിയുള്ള അവളുടെ തുടർച്ചയായ അപേക്ഷകൾ കൂടിയായപ്പോൾ ഒഥെല്ലോയുടെ സമനില പൂർണ്ണമായും തെറ്റി. കഥ അതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഒഥേലോ അവൾക്ക് നേരിട്ട് അവിശ്വസ്തതയുടെ കുറ്റം ചുമത്തി. നല്ല സുഗന്ധമുള്ള ഒരു കളച്ചെടിയായി അവളെ ഉപമിച്ചുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. സ്വന്തം തെറ്റെന്താണെന്ന് പോലും അറിയാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സങ്കടപ്പെട്ടുകൊണ്ട് അവൾ തൻ്റെ കിടക്കയിൽ വിവാഹവസ്ത്രങ്ങൾ വിരിക്കാൻ പരിചാരികയോട് ആവശ്യപ്പെട്ടു. ആ രാത്രി ഉറങ്ങിക്കിടക്കുന്ന തന്റെ പ്രിയതമയുടെ അടുത്തേക്ക് ഇരുണ്ട ലക്ഷ്യങ്ങളോടെ ഒഥെല്ലോ കടന്നുചെന്നു. അവളുടെ വെളുത്ത ചർമ്മത്തിൽ മുറിവേൽപ്പിക്കരുതെന്ന് അയാൾ നിശ്ചയിച്ചിരുന്നു. അവളെ അവസാനമായി ചുംബിച്ചുകൊണ്ട് അയാൾ വാവിട്ട് കരഞ്ഞു. സ്നേഹവും പ്രതികാരവും ഒന്നിച്ചു ചേർന്ന അങ്ങേയറ്റം ക്രൂരമായ കണ്ണുനീരായിരുന്നു അത്. ചുംബനം കൊണ്ടുണർന്ന ഡെസ്ഡിമോണയോട് അന്ത്യയാത്രയ്ക്കായി പ്രാർത്ഥിക്കാൻ ഒഥെല്ലോ ആവശ്യപ്പെട്ടു. അവളുടെ ആത്മാവിനെ കൊല്ലാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. തന്റെ തെറ്റെന്താണെന്നറിയാനും അല്പം കരുണയ്ക്ക് വേണ്ടിയും അവൾ കേണപേക്ഷിച്ചു. എന്നാൽ ഒരു യാചനയ്ക്കും ചെവി കൊടുക്കാതെ തലയണകൾക്കും പുതപ്പുകൾക്കുമിടയിൽ ശ്വാസം മുട്ടിച്ച് അയാൾ ആ നിഷ്കളങ്ക ജീവൻ അപഹരിച്ചു. ഒരു മഹാദുരന്തം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ഹൃദയഭേദകമായ കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ സത്യങ്ങളും വലിയൊരു തകർച്ചയും അവിടെ അരങ്ങേറി. ഇയാഗോയുടെ ആളുകളാൽ ആക്രമിക്കപ്പെട്ട് മുറിവേറ്റ കാസിയോ അവിടേക്ക് കൊണ്ടുവരപ്പെട്ടു. അവരുടെ പക്കൽ നിന്ന് ലഭിച്ച കത്തുകളിൽ നിന്ന് ഇയാഗോയുടെ കൊടും വഞ്ചനയും കാസിയോയുടെയും ഡെസ്ഡിമോണയുടെയും നിരപരാധിത്വവും അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടു. ഒരു വലിയ ഇടിമിന്നൽ പോലെ ആ സത്യം ഒഥെല്ലോയുടെ മനസ്സിലേക്ക് പതിച്ചു. ജീവന് തുല്യം സ്നേഹിച്ച, ഒരിക്കലും വഞ്ചിച്ചിട്ടില്ലാത്ത തൻ്റെ പ്രിയതമയെയാണ് താൻ കൊലപ്പെടുത്തിയതെന്ന നഗ്നമായ സത്യം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. താങ്ങാനാവാത്ത ദുഃഖഭാരത്തിൽ അതിയായ ഹൃദയവേദനയോടെ സ്വന്തം വാളിലേക്ക് ചാടി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവളുടെ ശരീരത്തിനരികിൽ മരിച്ചു വീണു. ഈ കാഴ്ച അവിടെ കണ്ടുനിന്നവരെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഒരു വില്ലന്റെ ഗൂഢാലോചനയ്ക്ക് ഇരയാകുന്നതുവരെ ഒഥെല്ലോ എത്രമാത്രം കുലീനനായിരുന്നു എന്ന് അവർ വേദനയോടെ ഓർത്തു. അറേബ്യൻ മരങ്ങളിൽ നിന്ന് പശ ഇറ്റുവീടുന്നതുപോലെ ഒഥെലോയുടെ കണ്ണുകളിൽ നിന്നും അവസാന നിമിഷങ്ങളിൽ കണ്ണുനീരൊഴുകിയിരുന്നു. ഒഥെലോയുടെ വീരകൃത്യങ്ങൾ സ്മരിക്കപ്പെടുമ്പോൾ തന്നെ കൊടുംവഞ്ചകനായ ഇയാഗോയ്ക്ക് നിയമം നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഉറപ്പാക്കാൻ ബാക്കിയുള്ളവർ തയ്യാറെടുത്തു. ഒടുവിൽ കാലം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു ദുഷ്ടന്റെ ചെറിയ മന്ത്രണങ്ങൾക്ക് എത്ര എളുപ്പത്തിലാണ് ഒരു മഹത്തായ മനസ്സിനെ തകർത്തെറിയാൻ കഴിയുന്നത്? വിശ്വാസം എന്നത് എത്രമാത്രം ദുർബലമാണെന്നും അടിസ്ഥാനമില്ലാത്ത സംശയം എത്ര വലിയ ദുരന്തമാണ് കൊണ്ടുവരികയെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ധീരനായ സൈന്യാധിപന്റെയും നിഷ്കളങ്കയായ ഭാര്യയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ മഹാകഥ ഇവിടെ പൂർണ്ണമാകുന്നു.